കേന്ദ്ര സർക്കാരിനെതിരായ പ്രമേയം നിയമസഭ പാസാക്കി. ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് പ്രമേയം അവതരിപ്പിച്ചത്. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരങ്ങൾക്ക് മേൽ കേന്ദ്രം കടന്നുകയറുകയാണെന്ന് പ്രമേയത്തിൽ വിമർശിക്കുന്നു. പ്രതിപക്ഷം ഇറങ്ങിപ്പോയതിന് പിന്നാലെയാണ് സഭയിൽ പ്രമേയം അവതരിപ്പിച്ചത്. കേന്ദ്ര സർക്കാരിന് പരമാധികാരമുള്ളതുപോലെ സംസ്ഥാന വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിനും പരമാധികാരമുണ്ട്. ഭരണഘടന ഇക്കാര്യങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട്. അതിനാൽ സംസ്ഥാനങ്ങളെ കേന്ദ്രത്തിന്റെ കീഴ്ഘടകങ്ങളായി കാണുന്ന ജനാധിപത്യ വിരുദ്ധ സമീപനം ഉപേക്ഷിക്കണമെന്നും കേരളത്തിന്റെ വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുകയും ഗ്രാന്റുകൾ തടഞ്ഞുവെക്കുകയും ചെയ്ത സമീപനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്നും ഈ സഭ ഐകകണ്ഠേന ആവശ്യപ്പെടുന്നു. പ്രമേയത്തെ പിന്താങ്ങേണ്ടതാണ്. പ്രമേയത്തിന് ഭേദഗതികളൊന്നും അവതരിക്കപ്പെട്ടിട്ടില്ല. ഇനി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിച്ച പ്രമേയം പാസാക്കാമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ കേന്ദ്രത്തിനെതിരായ പ്രമേയം പാസാക്കിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ ഞെരുക്കുന്ന കേന്ദ്രത്തിനെതിരായ പ്രമേയമാണ് പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ പാസാക്കിയിരിക്കുന്നത്. ആർ ശ്രീജിത്ത് നമുക്കൊപ്പം തുടരുന്നു. ആർ ശ്രീജിത്ത്, കേന്ദ്രവിരുദ്ധ പ്രമേയമാണ്, പക്ഷേ പ്രതിപക്ഷം അഭാവം കൊണ്ട് അത് ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെതിരായ വിമർശനവും സഭയിൽ ഉയർന്നു, അല്ലേ? സുജിയ, കേന്ദ്രവിരുദ്ധ പ്രമേയം സഭ പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ ഭരണപക്ഷ അംഗങ്ങൾ ഏകകണ്ഠമായി പാസാക്കി. കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളെ കീഴ്ഘടകങ്ങളെ പോലെയാണ് കാണുന്നത്. ഈ സമീപനം തീർത്തും ജനാധിപത്യ വിരുദ്ധമാണ്. ധനകാര്യ കമ്മീഷന്റെ നികുതി വിഹിതം എന്നുള്ള വിഹിത വെട്ടിക്കുറയ്ക്കുന്നതും ഗ്രാന്റുകൾ വെട്ടിക്കുറയ്ക്കുന്നതും പോലുള്ള നടപടികളിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്നാണ് ഈ പ്രമേയം ആവശ്യപ്പെടുന്നത്. പ്രമേയം പ്രതിപക്ഷത്തിന്റെ കൂടി സഹകരണത്തോടു കൂടി പാസ്സാക്കണമെന്നായിരുന്നു താല്പര്യമെന്ന കാര്യം ധനമന്ത്രി പ്രമേയത്തിൽ പാസാക്കുന്നതിന് മുമ്പ് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു. കേരളത്തെ വഞ്ചിക്കുന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ തരത്തിൽ ഉള്ള നടപടികൾ, അതായത് ബി ജെ പിയായി വിരിയാൻ പോകുന്ന മുട്ടകളാണ് പ്രതിപക്ഷത്ത് ഉള്ളതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇത്തരത്തിൽ നാടകം കാണിച്ച് ഇറങ്ങിപ്പോവുകയാണ്. ഈ എക്സാലോജിക് സംഭവത്തിൻ്റെ കാര്യത്തിൽ ഒരു നാടകം കാണിച്ച് ഇറങ്ങിപ്പോയി. പ്രമേയം ഐകകണ്ഠേന അംഗീകരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇത്തരമൊരു തന്ത്രം സ്വീകരിച്ചത് പ്രതിപക്ഷം എന്നും ബാലഗോപാൽ വിമർശിച്ചു. ഡൽഹിയിൽ ഇരിക്കുന്നവർക്ക് വിഷമം തോന്നുന്നു കരുതിയാണ് പ്രതിപക്ഷം സഭ വിട്ടുപോയത് എന്നും ബാലഗോപാൽ വിമർശിച്ചു. അത്തരത്തിൽ പ്രതിപക്ഷത്തെ കുറച്ചുകൂടി രാഷ്ട്രീയ പ്രതിസന്ധിയിലാക്കുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പ്രമേയം കൊണ്ടുവന്നത്. എന്നാൽ അതിന് മറുമരുന്നെന്നോണമാണ് എക്സാലോജിക് വിഷയം ഇന്ന് തന്നെ ഉയർത്താൻ പ്രതിപക്ഷവും തീരുമാനിച്ചത്. വ്യക്തമാണ്, ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയിരിക്കുന്നു. പ്രതിപക്ഷം അതിനു മുൻപ് തന്നെ എക്സാലോജിക് വിഷയത്തിൽ സഭ വിട്ടിറങ്ങിയിരുന്നു. ഇതേ തുടർന്നുള്ള പ്രതികരണങ്ങൾ ഒരുപക്ഷേ സഭയ്ക്ക് പുറത്ത് പ്രതിപക്ഷ നേതാവിൽ നിന്ന് വരും മണിക്കൂറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് വരും.